ഹലോ ഹായ് ഗൈസ്. അപ്പോൾ നമ്മളെ പിള്ളേർ എന്തായി കൊത്തി ഉണ്ടാക്കണമെന്ന് വെച്ചാൽ കുറച്ച് മണ്ണ് ഇളക്കി ഒരു ചാക്ക് നിറച്ച് കൊണ്ടുപോവാണ്. വേറെ ഒന്നുമില്ല, അത് സംഭവം ഞാൻ വഴിയെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അതൊന്ന് സെറ്റാക്കാണ്ട്. അപ്പോൾ നമ്മൾ ഈ മാർക്കറ്റിൽ പോയിട്ട് ഈ പച്ച ഷീറ്റ് ഉണ്ടല്ലോ, ഇത് മീറ്ററിന് 65 രൂപയാണ്. അപ്പോൾ ഇത് നമുക്ക് വെച്ചിട്ട് ഒരു ചെറിയൊരു പന്തൽ പോലെ കെട്ടി ഉണ്ടാക്കാണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ വാർപ്പിൻ്റെ മുകളിൽ കുറച്ച് പച്ചക്കറി കൃഷി നടത്താനുള്ള പ്ലാനാണ്. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് അപ്പോൾ അമ്മ പറഞ്ഞു എന്നാൽ നല്ലതാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ നമ്മളെല്ലാവരും കൂടെ അപ്പോൾ അതിനുള്ള പരിപാടിയാണ്. അപ്പോൾ ഞാൻ ആ പച്ച ഷീറ്റ് മേടിച്ചു കൊടുന്നു. ഇപ്പോൾ അതൊരു പന്തൽ പോലെ കെട്ടിണ്ടാക്കണം, സൈഡൊന്ന് മാർക്ക് ചെയ്യണം. അപ്പോൾ അതാണ് ഇപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി. അപ്പോൾ അതൊക്കെ പറഞ്ഞപ്പോൾ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. അപ്പോൾ പിള്ളേരും കൂടി വാർപ്പിൻ്റെ മേലൊക്കെ ക്ലീൻ ആക്കാനും അവിടെയുള്ള പൊടിയൊക്കെ പഠിച്ച് അടിച്ചു വരാനൊക്കെ ആയിട്ട് പിന്നെ പൊന്നുണ്ടായിരുന്നു, അമ്മ ഉണ്ടായിരുന്നു, പിന്നെ ചേച്ചി 2 മക്കളുണ്ടായിരുന്നു. അവരെല്ലാവരും ചേർന്നിട്ടാണ് വൃത്തിയാക്കലും ബാക്കി പന്തൽ കെട്ടലൊക്കെ പിന്നെ എല്ലാവരും ചേർന്നിട്ടായി. അപ്പോൾ പന്തലിൻ്റെ ആ രണ്ട് സൈഡിലും കാല് വേണം. അപ്പോൾ കാല് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് താബൂക്കുമ്പോൾ കെട്ടി ഉണ്ടാക്കുകയാണ്. 2 സൈഡിൽ കെട്ടിയിട്ട് ഒരു സൈഡിലാണെങ്കിൽ പിന്നെ നമ്മളെ വാർപ്പിൻ്റെ കുളത്തുള്ളതുകൊണ്ട് അതിൽ നമ്മളിട്ട് വടി വെച്ചിട്ട് അങ്ങനെ ചെയ്യാൻ വിചാരിച്ചു. ഈ കാലൊക്കെ വെച്ച് റെഡിയാക്കുകയാണ്. അപ്പോൾ പിള്ളേരൊക്കെ കട്ടയ്ക്ക് സപ്പോർട്ടുണ്ട്, എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയപ്പോൾ പിന്നെ ഇത് ഇങ്ങനെ പറഞ്ഞപ്പോൾ പച്ചക്കറി കൃഷി എന്ന് പറയാൻ മാത്രമൊന്നുമില്ല. നമ്മളെ ചെറിയ തോതിൽ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായ കുറച്ച് പച്ചക്കറികൾ വളർത്തിയെടുക്കുക, അത്ര തന്നെ നമ്മൾ വിചാരിച്ചിട്ടുള്ളൂ. അപ്പോൾ നോക്കിയിട്ട് നമ്മൾ പറ്റുകയാണെങ്കിൽ ആ ടെറസ് മുഴുവൻ ചെയ്യണം എന്നൊക്കെ നമുക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ നമ്മൾ പന്തലിൻ്റെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. പന്തലും പിന്നെ അതിൻ്റെ സൈഡ് മറച്ചിട്ടുണ്ട്. ആ സെയിം ഷീറ്റ് കൊണ്ട് ഞാൻ സൈഡൊക്കെ മറച്ച് വെച്ചത്. അപ്പോൾ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി ബാക്കി പരിപാടി നോക്കാനുണ്ട്. പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് മെയിനായിട്ട് ഇനി കുറച്ച് മണ്ണ് വേണം. അപ്പോൾ മണ്ണ് കൊത്താൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ താഴത്തേക്ക് പറമ്പിലേക്ക് പോയി. അപ്പോൾ മണ്ണൊക്കെ ഇളക്കി നേരെ ചാക്കിലാക്കി. ഇനി അത്യാവശ്യം മണ്ണ് വേണം, എന്തായാലും 2-3 ചാക്ക് മണ്ണെങ്കിലും മേലേക്ക് എത്തിക്കണം. അപ്പോൾ നമുക്ക് പറ്റുന്ന രീതിയിൽ കുറച്ച് മണ്ണൊക്കെ ചാക്കിലാക്കിയിട്ട് നമ്മൾ നേരെ മേലേക്ക് കയറി പോവുകയാണ്. വീട്ടിൻ്റെ അകത്തു കൂടെ തന്നെ വേണം മേലേക്ക് പോകാൻ. അങ്ങനെ ചെറിയൊരു താർപ്പാൻ്റെ ഷീറ്റ് എടുത്തിട്ടുണ്ട്. ആ താർപ്പാൻ്റെ ഷീറ്റിലേക്ക് നേരെ മണ്ണിട്ടിട്ട് വേണം, കുറച്ച് വെണ്ണീരൊക്കെ ഇട്ട് കുഴച്ചിട്ട് വേണം നമുക്ക് മണ്ണ് ചെടീനെ കവറിലൊക്കെ ആക്കി എടുക്കാൻ. അപ്പോൾ നമ്മൾ 2-3 ട്രിപ്പ് മണ്ണ് നേരെ മേലേക്ക് കയറ്റി. പിന്നെ അതിലേക്ക് കുറച്ച് ചമ്മല കൂടി വേണമെന്നുണ്ട്. അമ്മ കുറച്ച് ചമ്മലൊക്കെ പെറുക്കാൻ വേണ്ടി നിന്നു. അമ്മ ചമ്മലായിട്ട് വന്നു. ആ ചമ്മല കുറച്ച് മറ്റേ പൊടിനീൻ്റെ ചമ്മല, അങ്ങനെ പ്ലാവിൻ്റെ ഇല, അങ്ങനത്തെ കുറച്ച് ചമ്മലകളാണ്. അത് ഈ കവറിൻ്റെ താഴത്തിട്ടിട്ട് വേണം മണ്ണിടാന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ചമ്മല ആ കവറിൻ്റെ താഴത്ത് കുറച്ച് വിരിച്ച് പിന്നെ മണ്ണ് നിറയ്ക്കുകയുണ്ടായത്. മണ്ണ് നിറച്ച് ആ മിക്സ് ചെയ്ത വലിയൊരു ചേർത്തുള്ള മണ്ണാണ് നമ്മൾ നിറച്ചത്. അപ്പോൾ അതൊക്കെ മിക്സ് ചെയ്ത് റെഡിയാക്കി 2-3 കവറൊക്കെ ആക്കി നമ്മൾ താഴത്തുള്ള തൈയൊക്കെ മേലേക്ക് കുറച്ച് എത്തിച്ച് ഇനി കുറച്ചും കൂടെ തൈയൊക്കെ താഴത്തുനിന്ന് മേലേക്ക് എത്തിക്കാണ്ട്. പിന്നെ അങ്ങനെ താഴത്ത് പോയിട്ട് താഴത്ത് കുറച്ചും കൂടെ തൈകളും കാര്യങ്ങളുണ്ട്. മുളക് തൈ ഉണ്ട്, അങ്ങനെ പടവലത്തിൻ്റെ തൈ ഉണ്ട്, അങ്ങനെ ഓരോ തൈകളൊക്കെ നമ്മൾ അവിടെ നിന്ന് പറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ എൻ്റെ കയ്യിലൊരു ചെറിയൊരു ബ്ലഡിൻ്റെ വര കാണാം. നേരത്തെ മണ്ണ് കൊണ്ടുവരുമ്പോൾ ആ ഷീറ്റിൽ തട്ടി കൂറിയതാണത്. പിന്നെ അതൊക്കെ അങ്ങനെ മേലേക്ക് എത്തിച്ചു. മുളക് തൈയും കാര്യങ്ങളും എല്ലാം മേലേക്ക് എത്തിച്ചു. അതൊക്കെ നമ്മൾ പുതിയ കവറിലേക്ക് മാറ്റി ഒക്കെ സെറ്റ് ചെയ്ത് ഇങ്ങനെ വെക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഇത്ര കുറച്ച് കവർ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇനി കുറച്ചും കൂടെ കവർ മേടിക്കണം, കുറച്ചും കൂടെ തൈകളുണ്ട് വെച്ച് പിടിപ്പിക്കാൻ. അപ്പോൾ ഞാൻ ഇനി കവർ മേടിക്കാൻ വേണ്ടിയിട്ട് പോകാനുണ്ട്. 2-3 കവർ റിട്ടേൺ കൊടുക്കാനുണ്ട്. അപ്പോൾ പിള്ളേർ ബാക്കിയുള്ള മണ്ണും കാര്യങ്ങളൊക്കെ പിള്ളേർ തന്നെ മേലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള കവർ ചെയ്തോളാം പറഞ്ഞു. അവർക്ക് പറ്റുന്ന രീതിയിൽ അവരും ചെയ്യുന്നുണ്ട്. പിള്ളേർക്ക് ഇപ്പോൾ നല്ല ഇൻട്രസ്റ്റ് ആയിപ്പോയി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തപ്പോഴേ. അപ്പോൾ പിന്നെ ബാക്കിയുള്ളതൊക്കെ അവർ തന്നെ ചെയ്തത്. പിന്നെ ഞാൻ അങ്ങനെ കുറച്ച് നേരം കൂടെ അവിടെ നിന്ന് പിന്നെ ഞാൻ സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ടൗണിലേക്ക് ഇങ്ങോട്ട് പോയി. അങ്ങനെ ഞാൻ നേരെ പോയി നമ്മളെ വീടിനടുത്തുള്ള തിരൂർ ഗാർഡനിലേക്കാണ് ഞാൻ നേരെ പോയത്. അങ്ങനെ അവിടെ വന്നാൽ നമുക്ക് അത്യാവശ്യം ചെടികളുടെ കളക്ഷൻസ് ഉണ്ട്. പിന്നെ അതുപോലെ പച്ചക്കറി വിത്തുകൾ, പച്ചക്കറി തൈകൾ, പിന്നെ അതിന് വേണ്ട എല്ലാവിധ എന്താ പറയുക വളങ്ങളും കിട്ടും. പിന്നെ നമുക്ക് ചെടി സംബന്ധമായ ബാക്കിയുള്ള എല്ലാ കീടനാശിനികളും അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഇവിടെ തന്നെ കിട്ടും കേട്ടോ. ഇത് നമ്മളെ തിരൂര് ടൗണിൽ നിന്ന് നമ്മളെ ഏടൂർ റോഡ്, വൈരങ്ങോട് റോഡ് എന്ന് പറയും, ആ റോഡിലാണ് ഇതുള്ളത്. ഏകദേശം ഒരു 1 കിലോമീറ്റർ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാൽ തിരൂർ ഗാർഡനിലെത്തും. പിന്നെ അവിടെ നിന്ന് എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ച് ഞാൻ നേരെ വീട്ടിലേക്ക് വിടുക ചെയ്തു. അപ്പോൾ ഈ കാണുന്നതാണ് ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ച ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈ. അങ്ങനെ ആ ബാക്കിയുള്ള തൈകളും പിന്നെ കുറച്ച് വിത്തുകളും ഞാൻ കൊടുന്ന ആ കവറിലൊക്കെ ഫില്ലാക്കി ബാക്കിയുള്ളൊരു വരിയും കൂടെ നമ്മൾ വെച്ച്. അപ്പോൾ അത്ര ഏരിയ നമ്മൾ കവർ ചെയ്തു. അപ്പോൾ ഇനി ബാക്കിയുള്ള ഒരുപാട് ബാലൻസ് ഏരിയ ഉണ്ട്, അതും കൂടെ നമ്മൾ ഭാവിയിലേക്ക് കവർ ചെയ്ത് കൂടുതൽ പച്ചക്കറികളൊക്കെ നടും. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പറ്റുന്നവരുണ്ടെങ്കിൽ കൂടി സപ്പോർട്ട് ചെയ്യണേ.